ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ജീപ്പിൽ യാത്ര ചെയ്യുന്നത് സർവജ്ഞ പീഠത്തിലേക്കാണ്. സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്ത അതേ പുണ്യഭൂമി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. കുടജാദ്രി മലനിരകൾക്ക് ഏറ്റവും മുകളിലാണ് സർവജ്ഞ പീഠം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ജീപ്പ് വിളിച്ച് വേണം സർവജ്ഞ പീഠത്തിലേക്ക് പോകാൻ. മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് തന്നെ നമുക്ക് ജീപ്പ് സൗകര്യം ലഭിക്കുന്നതാണ്. ഒരാൾക്ക് 570 രൂപയാണ് അവർ പറയുന്ന ചാർജ്. ഞങ്ങൾ പോയത് മെയ് മാസത്തിലായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ഒരു ജീപ്പിൽ ഏകദേശം 8 പേരെ വരെ അവർ കയറ്റുന്നതാണ്. ഞങ്ങൾ 15 പേരോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ജീപ്പ് എടുത്തിട്ടാണ് യാത്ര തിരിക്കുന്നത്. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശത്തും നിറയെ മരങ്ങളാണ്. ശരിക്കും ഒരു കാടിൻ്റെ ഒരു ഫീല് നമുക്ക് തോന്നും. ഓരോ വളവ് കഴിയും തോറും സ്ഥലങ്ങളുടെയൊക്കെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്നും അധികം വാഹനങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. കുടജാദ്രിയിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന ജീപ്പുകളും 1-2 മറ്റ് വാഹനങ്ങളും മാത്രമേ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഭയങ്കര സ്പീഡിലാണ് ജീപ്പ് ഓടിക്കുന്നത്. ശരിക്കും അവർക്കിത് സുപരിചിതമായ റൂട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിലാണ്, എല്ലാ ജീപ്പും പൊതുവെ വളരെ വേഗത്തിലാണ് ഇവിടെ ഓടിക്കുന്നത്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയായിരുന്നു. ഓരോ വണ്ടിയിലും എത്ര പേര് പോകുന്നു, അവരുടെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബോട്ടിലിന് 100 രൂപ വീതം നമ്മൾ അവിടെ അടയ്ക്കേണ്ടി വരും. ബോട്ടിൽ തിരിച്ചു വരുമ്പോൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ക്യാഷ് മൊത്തം നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുടജാദ്രിയുടെ മുകളിലൊന്നും ആരും ബോട്ടിൽസ് ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ലായിരുന്നേ. എല്ലാം നല്ല പ്ലാസ്റ്റിക് ഫ്രീ ആയിരുന്നു അവിടെ. റോഡിന്റെ നിറം മാറി തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, ഓഫ് റോഡ് തുടങ്ങാറായെന്ന്. ഇനിയാണ് ഇവിടുത്തെ യഥാർത്ഥ ത്രില്ല്. കുടജാദ്രി വന്നിട്ട് ഈ ഓഫ് റോഡ് ജീപ്പി സഫാരി പോയില്ലെങ്കിൽ പിന്നെ എന്ത് യാത്ര? റോഡെന്ന് പറയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. നിറയെ കുണ്ടും കുഴിയും വലിയ പാറക്കല്ലുകളും മാത്രം. ജീപ്പിലിരിക്കുന്ന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഇടിയൊക്കെ കൊടുക്കും കേട്ടോ. ശരിക്കും ഒരു റോളർ കോസ്റ്ററിൽ പോകുന്ന ഒരു അനുഭവം നമുക്ക് തോന്നുക. ഒരേപോലെ പേടിയും സന്തോഷവും തമാശയും ഒക്കെ നമുക്ക് ഈ ജീപ്പിനകത്തിരുന്ന് അനുഭവിക്കാം. ഓഫ് റോഡ് തുടങ്ങിയതിന് ശേഷം ഭയങ്കര കുഴികളും കുലുക്കവും ഒക്കെ ആയതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഓഫ് റോഡിൻ്റെ ഇവിടെ കാണിക്കുന്നുള്ളൂ. നീണ്ട 1.5 മണിക്കൂറത്തെ അതിസാഹസികമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുടജാദ്രിയിലെ ഏറ്റവും പവിത്രമായ മൂലസ്ഥാനത്താണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഉറവിടമായി വിശ്വസിക്കുന്നത് ഇവിടമാണ്. ആദിശങ്കരാചാര്യർക്ക് മൂകാംബിക ദേവി നേരിട്ട് ദർശനം നൽകിയത് ഈ പുണ്യഭൂമിയിൽ വെച്ചെന്നാണ് പറയപ്പെടുന്നത്.
ദർശനത്തിന് ശേഷം നമ്മൾ സർവജ്ഞ പീഠത്തിലേക്കുള്ള ട്രക്കിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെറിയ മല കയറ്റമാണത്. ഏകദേശം 30 മുതൽ 45 മിനിറ്റിനുള്ളിൽ നമുക്ക് സർവജ്ഞ പീഠത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ്. കുത്തനെയുള്ള കയറ്റങ്ങൾ ഉണ്ടെങ്കിലും ചുറ്റുമുള്ള ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ക്ഷീണമൊക്കെ തന്നെ പമ്പ കിടക്കും. കോടമഞ്ഞ് നമ്മളെ വന്ന് മൂടുന്നത് പോലെ തോന്നും. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു ഫീലാണ്.
കോടമഞ്ഞ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവരടുത്തെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ആളുകളെ കാണാനായിട്ട് കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുകളിലെത്തുമ്പോൾ എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്നുള്ള ടെൻഷനിലാണ് ഞങ്ങൾ നടന്നു പോയത്. പക്ഷേ കോട അധികം നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാറ്റുപോലെ അതിങ്ങനെ പറന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഒടുവിൽ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. കൺമുൻപിൽ ഇതാ സർവജ്ഞപീഠം. ഇത്രയും ദൂരം കാൽനടയായി കയറി വന്നതിൻ്റെ എല്ലാ ക്ഷീണവും ഈ ഒരു കാഴ്ചയിൽ അലിഞ്ഞു പോകുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1343 മീറ്റർ ഉയരത്തിൽ മേഘങ്ങളും മഞ്ഞും വന്ന് തൊട്ടുരുമ്മിപ്പോകുന്ന ഈ മലമുകളിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ശാന്തതയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ എത്ര മനോഹരമായ യാത്രകൾക്കും ഒരു അവസാനമുണ്ടല്ലോ. ഒട്ടും മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് മലയിറങ്ങുകയാണ്. വല്ലാത്തൊരു ശൂന്യതയാണ് ഇപ്പോൾ മനസ്സിൽ. ഇത്രയും മനോഹരമായ ഒരു അനുഭവം തന്ന കുടജാദ്രിയോട് തൽക്കാലം വിട പറയാൻ സമയമായി. കൃത്യം 5 മണിക്ക് തന്നെ താഴെ എത്തണമെന്ന് ഡ്രൈവർ അറിയിച്ചത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഈ മനോഹരമായ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുടജാദ്രി അനുഭവങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.